Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. Moto Edge 40 Neo എന്ന് പറയുന്ന ഫോൺ 20000 രൂപ റേഞ്ചിൽ ഒരു നല്ല ഫോണാണ്. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേറൊരു കമ്പാരിസൺ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് പേര് വീണ്ടും ചോദിക്കുന്നുണ്ട് ഈ ഫോണിന്റെ ക്യാമറ നല്ലതാണോ, ഇത് എങ്ങനെയുണ്ട്, പ്ലസ് ഇതെടുക്കണോ, ഒരു 4000 രൂപ കൂടുതൽ കൊടുത്തിട്ട് OnePlus Nord CE3 എടുക്കണോ, അത് കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് ഒക്കെ ഉള്ള OnePlus ഫോണാണല്ലോ, അപ്പോൾ അതെടുക്കണോ ഇതെടുക്കണോ. സോ ഞാൻ നേരെ OnePlusന്റെ ഒരു ഫോൺ അങ്ങ് വാങ്ങിച്ചു. എന്നിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ക്യാമറയുടെ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. ഇതിൻ്റെ ക്യാമറ ലോ ലൈറ്റിൽ അത്ര പോരാന്ന് ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് ഇത് പോയി ഇപ്പോൾ കാശ് കൊടുത്ത് വാങ്ങിച്ചത്. എന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ ഇത് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. ആദ്യമായിട്ട് ഈ രണ്ട് ഫോണുകളുടെ പ്രൈസ് നോക്കിയാൽ 26,999 OnePlusന്റെ പ്രൈസ്. ഇപ്പോൾ ഓഫറിൽ 22,999 കിട്ടുന്നു. ഇതിനാണെങ്കിൽ ഓഫറിൽ ഇപ്പോൾ 19 സംതിങ്ങിന് കിട്ടുന്നുണ്ട്. 23 രൂപയ്ക്കാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 19,999 കിട്ടുന്നുണ്ട്. സോ പ്രൈസ് വൈസ് എന്തായാലും ബെറ്റർ മോട്ടോ തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ആദ്യത്തെ കാര്യം ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ രണ്ടും നല്ല ഡിസൈനാണ്. കണ്ടോ, ഇത് ബ്ലൂ കളർ തന്നെയാണ്, ഏകദേശം ഒരേപോലത്തെ ഒരു കളർ തന്നെയാണ്. കണ്ടോ, രണ്ടും നന്നായിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം, ഇത് വന്നൊരു യൂഷ്വലായ പ്ലാസ്റ്റിക് ഡിസൈനാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ മോട്ടോയിൽ കാണുന്നത് പാൻഡോൺ കനീൽ ബേ എന്ന് പറയുന്ന കളർ അടങ്ങുന്ന, അതായത് ഒരു ഇത്തിരി നല്ല ക്വാളിറ്റി കളർ അടങ്ങുന്ന ലെതർ, വീഗൻ ലെതർ ഫിനിഷിലുള്ള ഒരു ബാക്ക് പാനലാണ്. സോ സ്മഡ്ജസ് ഒന്നും പിടിക്കില്ല, എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് OnePlus ആണെങ്കിൽ പ്ലാസ്റ്റിക് ആണെന്ന് മാത്രമല്ല സ്മഡ്ജസും പിടിക്കും, ക്ലീൻ ചെയ്യേണ്ടിയും വരും. ഫ്രണ്ടിലേക്ക് വന്നാൽ ഇതിൽ കെർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്, ഇതിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. കെർവ്ഡ് പലർക്കും ഇത്തിരി കൂടുതലായിട്ടും ഒരു മോഡേൺ ട്രെൻഡിസ്റ്റിലേക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അവർക്ക് തീർച്ചയായിട്ടും ഇതായിരിക്കും ഇഷ്ടപ്പെടുക. ഇത് യൂഷ്വലായ ഫ്ലാറ്റ് ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ IP68 വാട്ടർ റേറ്റിംഗും വരുന്നുണ്ട്. പിന്നെ ഈ ഫോൺ വളരെ സ്ലിമ്മും ലൈറ്റ് വെയിറ്റുമാണ് ഇതിനെ അപേക്ഷിച്ച്. അതായത് OnePlus 8.2 mm തിക്നെസ് ആണ്, എന്നാൽ മോട്ടോ 7.79 mm തിക്നെസ് ആണ്. 184 ഗ്രാം, 172 ഗ്രാം. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, കെർവ്ഡ് ഡിസ്പ്ലേ അടക്കമുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് കുറെ കൂടി ട്രെൻഡിയായ നല്ല ഡിസൈൻ, കംഫർട്ടബിൾ ആയ ഡിസൈനായിട്ട് മോട്ടോ Edge 40 Neo തന്നെയാണ് വരുന്നത്. ഞാൻ തീർച്ചയായിട്ടും ഇതാണ് നല്ലതായിട്ട് കാണുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് പാനലിൽ കേസ് ഇടുമ്പോൾ അതൊന്നും കാണില്ലല്ലോ, ഫ്രണ്ടിൽ കെർവ്ഡ് ഡിസ്പ്ലേ, കംപ്ലൈൻറ്റ് വന്നാൽ കോസ്റ്റ് കൂടുതലാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് OnePlus തന്നെ എടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞത് ഈ രീതിയിലാണെങ്കിൽ ഇത് ബെറ്റർ ആയിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നത് മോട്ടോ തന്നെയാണ്. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ഫോണിൻ്റെയും ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേകളാണ്. നിങ്ങൾക്ക് ഇവിടെ വിഷ്വലി കാണാം. ഞാൻ രണ്ടും സൈഡ് ബൈ സൈഡ് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം തോന്നുന്നില്ല, രണ്ടും നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. മോട്ടോ Edge 40 Neoയിൽ നമുക്ക് വരുന്നത് 144 ഹെർട്സിൻ്റെ കെർവ്ഡ് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് സാധാ AMOLED ഡിസ്പ്ലേ വിത്ത് 120 ഹെർട്സ് ആണ്. ബട്ട് ഈ പറഞ്ഞ പോലെ വിഷ്വലി നമുക്ക് വലിയ വ്യത്യാസം തോന്നുന്നില്ല എന്നുള്ളത് കൊണ്ട് ഡിസ്പ്ലേ ക്വാളിറ്റിക്ക് ഞാൻ കംപ്ലൈൻറ്റ് പറയുന്നില്ല, രണ്ടും നന്നായിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ സ്പെക്കിന് നിങ്ങൾ പ്രയോറിറ്റി കൂടുതൽ നൽകുന്നുണ്ടെങ്കിൽ മോട്ടോയാണ് നല്ലത്. കാരണം 144 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് എന്ന് പറയുമ്പോൾ കുറേ കൂടി സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യും. സോ ബെറ്റർ ഇത് തന്നെയാണ് എന്ന് വെച്ച് OnePlus മോശമാവുന്നില്ല എന്ന് മാത്രം. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെയുണ്ട്, മെയിൻ ചോദ്യമാണ്. ഇതിലേതാണ് നല്ല ക്യാമറ? ഡേ ലൈറ്റ് ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല ക്വാളിറ്റിയാണ്. സെൽഫി ആയാലും മെയിൻ ക്യാമറ ആയാലും രണ്ടിലും എനിക്ക് നല്ല ക്വാളിറ്റി ആയിട്ടാണ് തോന്നുന്നത്. OnePlus ഇച്ചിരി ഭംഗി വെപ്പിക്കുന്നുണ്ട്, മോട്ടോ കുറെ കൂടി നാച്ചുറൽ രീതിയിലാണ് ഫോട്ടോസ് കൊണ്ടുവരുന്നത്. വീഡിയോ ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടും നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിലും മോട്ടോയിൽ സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സ്മൂത്ത് ആയി വീഡിയോ ആണ് നമുക്ക് കിട്ടുന്നത്. OnePlusൽ സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കുലുക്കും കാര്യങ്ങളൊക്കെ കാണാം. സോ വീഡിയോ കുറച്ച് ബെറ്റർ മോട്ടോ തന്നെ. സെൽഫി ക്യാമറയിലേക്ക് വന്നാലും രണ്ടും ഏറെക്കുറെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിലും സ്റ്റെബിലൈസേഷൻ 4K വീഡിയോ സ്റ്റെബിലൈസേഷൻ അടക്കം നമുക്ക് മോട്ടോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. OnePlusൽ 4K ഇല്ല, ഉള്ള ഫുൾ എച്ച്ഡിക്ക് തന്നെ സ്റ്റെബിലൈസേഷനോ ഇല്ല. പിന്നെ മോട്ടോയിൽ വൈഡ് ആംഗിൾ ക്യാമറയിലും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും 4Kയിൽ തന്നെ സ്റ്റെബിലൈസേഷനോട് കൂടി ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇത് OnePlusൽ ഇല്ല. ലോ ലൈറ്റ് ഫോട്ടോസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, രണ്ടും നല്ല ഡീസൻറ്റ് ക്വാളിറ്റി തന്നെയാണ്. സൂം ചെയ്ത് നമ്മളതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ സ്കിൻ ടോൺ ആൻഡ് ടെക്സ്ചേഴ്സ്, ആ ടെക്സ്ചറൊക്കെ നോക്കിയാൽ മോട്ടോ ഒരു പൊടിക്ക് പുറകിൽ നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം എന്നല്ലാതെ കാര്യമായൊരു അന്തരം ഇത് രണ്ടും തമ്മിലില്ല. അതായത് OnePlus ഭയങ്കര നല്ലതാണെന്ന് പറയാൻ തോന്നുന്നില്ല. എനിക്ക് രണ്ടും ഏകദേശം ഒരുപോലെയാണ് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ഇത് രണ്ടും വലിയ കുഴപ്പമില്ല, ഒരേപോലെ തന്നെ ശരാശരി നിലവാരമാണ് തരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. സെൽഫിയിലേക്ക് വന്നാൽ നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ളൊരു ക്വാളിറ്റിയാണ് കിട്ടുന്നത്. രണ്ടും ഏറെക്കുറെ ഓക്കെ തന്നെയാണ്. അല്ലാണ്ട് ഒരെണ്ണത്തിനെ OnePlus നന്നായിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ മോട്ടോ നന്നായിട്ടുണ്ടെന്നോ പറയേണ്ട ആവശ്യമില്ല, രണ്ടും നന്നായിട്ടുണ്ട്. OnePlus കുറച്ചും കൂടിയും ഒരു ബ്രൈറ്റർ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക. സെൽഫി പലർക്കും പല തരത്തിലാണല്ലോ ഇഷ്ടം. വീഡിയോ മെയിൻ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ കാണുന്ന തരത്തിലാണ് ക്വാളിറ്റി വരുന്നത്. രണ്ടും നന്നായിട്ടുണ്ട്, ഒരു ഡീസൻറ്റ് ക്വാളിറ്റി. സെൽഫിയിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന തരത്തിലാണ് വീഡിയോ ക്വാളിറ്റി വരുന്നത്. സ്റ്റിൽ രണ്ടും ഏറെക്കുറെ കൊള്ളാമെന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ മൊത്തത്തിൽ മോട്ടോയിൽ നമുക്ക് മെയിൻ ക്യാമറയിലും സെൽഫി ക്യാമറയിലും വൈഡ് ആംഗിൾ ക്യാമറയിലും 4Kയിൽ സ്റ്റെബിലൈസേഷനോട് കൂടി വീഡിയോ ഷൂട്ട് ചെയ്യാന്നുള്ളത് മോട്ടോയുടെ അഡ്വാൻറ്റേജ് ആണ്. സോ മൊത്തത്തിൽ ഈ ഭാഗത്ത് മോട്ടോ തന്നെയാണ് ക്ലിയർ വിന്നർ.
നിങ്ങൾക്ക് കണ്ടതിൽ നിന്നും എന്താണ് തോന്നിയതെന്ന് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. പക്ഷേ 20,000 രൂപ റേഞ്ചിലെ ബെസ്റ്റ് ക്യാമറ ഫോൺ ഇതാണെന്നൊന്നും ഞാൻ പറയില്ല. ഇവിടത്തേക്കാൾ നല്ല ക്യാമറ ഉള്ള ഫോണുകളുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ എങ്കിലും ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ടും ഒരുപോലെയാണ്. പക്ഷേ ഇതിൽ കുറേയധികം കാര്യങ്ങൾ ബെറ്റർ ആയിട്ടുള്ളതുകൊണ്ട് ഇത് ചൂസ് ചെയ്യുന്നു മാത്രം. ഇനി ഈ ഫോണിൻ്റെ പെർഫോമൻസ് UI പോലുള്ള കാര്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഓക്സിജൻ OS, അതേപോലെ സ്റ്റോക്ക് ആൻഡ്രോയിഡ്, ഇവരുടെ MyUX എന്തായാലും വേണ്ടില്ല. നിങ്ങൾക്കറിയാം, ഒരു നിയർ കംപ്ലീറ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലുക്കാണ് നമുക്ക് മോട്ടോയ്ക്ക് വരിക. ഓക്സിജൻ OS ആകുമ്പോൾ കുറേയധികം യൂസ്ഫുൾ ആയ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൽ ഏത് UI ആണ് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പലരും ഓക്സിജൻ OS ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, കുറേ പേരൊക്കെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. സോ ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട UI. എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ പെർഫോമൻസിൽ വേറെ പ്രശ്നമൊന്നുമില്ല. രണ്ടും സ്മൂത്ത് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, യാതൊരു ലാഗോ കാര്യങ്ങളോ പരസ്യങ്ങളോ ബ്ലോട്ട് വയർ ആപ്ലിക്കേഷൻസോ ഒന്നും ഇതിലൊന്നിലും വരുന്നില്ല. സോ ഈ കാര്യത്തിൽ രണ്ടും നന്നായിട്ടുണ്ട്. ഗെയിമിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ഫോണിലും നമ്മൾ ഗെയിം കളിച്ച് സ്മൂത്ത് എക്സ്ട്രീമിൽ BGMI രണ്ട് ഫോണിലും കളിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ വില കൂടുതൽ കൊടുത്ത് ഈ ഫോൺ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബെറ്റർ ആയ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 782G എന്ന പ്രോസസ്സറാണ് ഇത്. ഇതിലിരിക്കുന്ന പ്രോസസ്സറിനേക്കാൾ നല്ലതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയ പെർഫോമൻസ് കിട്ടും. സോ നിങ്ങൾക്ക് പെർഫോമൻസ് ആണ് കൂടുതൽ പ്രയോറിറ്റി, അല്ലെങ്കിൽ ഗെയിമിംഗ് ഒക്കെയാണ് പ്രയോറിറ്റി എങ്കിൽ ഇത് നന്നായിരിക്കും. OnePlus നന്നായിരിക്കും. അവിടെ നിങ്ങൾ മോട്ടോനെ ഒഴിവാക്കിക്കോളും. സോ ഈ ഒരു മേഖലയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വില കൂടിയ OnePlusനെ അപേക്ഷിച്ച് വില കുറഞ്ഞ മോട്ടോയിൽ നോക്കുമ്പോൾ OnePlus ജയിക്കുന്ന ഏക മേഖല എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു സംഭവം കൂടിയുണ്ട്, അതുകൂടി ഞാൻ അടുത്തതിൽ പറയാം. വേറെ ഒന്നുമല്ല, ബാറ്ററി ആൻഡ് ചാർജിങ് ആണ്. 5000 mAh ബാറ്ററിയാണ് രണ്ട് ഫോണിലും വരുന്നത്. ബാറ്ററി ലൈഫ് ഒന്നും വിഷയമില്ല. രണ്ടും വളരെ വെൽ ഒപ്റ്റിമൈസ്ഡ് ആയ ഡീസൻറ്റ് ഫോണുകളാണ്. നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. ചാർജിങ്ങിൽ 68 വാട്ടിൻ്റെ ചാർജറാണ് ഇതിൽ വരുന്നത്. 80 വാട്ടിൻ്റെ ചാർജറാണ് OnePlusൽ വരുന്നത്. സോ OnePlusൽ കുറച്ച് കൂടിയ ചാർജറുണ്ട്, പക്ഷേ അതൊരു വലിയ വ്യത്യാസമല്ല. 68 എന്ന് പറയുമ്പോൾ 70, 80 കണ്ട ഒരു 10-12ൻ്റെ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവാനില്ല. സോ അതിലും ഒരു ടൈ ആണെന്നേ പറയാനുള്ളൂ. അല്ലാണ്ട് ഒരെണ്ണം നല്ലത് ഒരെണ്ണം മോശം എന്ന് പറയേണ്ട അത്രയും വലിയൊരു അന്തരം അവിടെ ഇല്ല. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ചെറുതായിട്ടൊന്ന് കേൾപ്പിച്ചു തരാം. സോ രണ്ടും കേൾക്കുമ്പോൾ രണ്ടും അത്യാവശ്യം നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. സോ സൗണ്ട് ഓക്കെയാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. രണ്ടിലും പ്രശ്നങ്ങളൊന്നുമില്ല, സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. കോൾ ക്വാളിറ്റി, നെറ്റ്വർക്ക് പോലുള്ള കാര്യങ്ങളിൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. രണ്ടിലും സ്മൂത്തായിട്ട് അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, നോ ഇഷ്യൂസ്. പിന്നെ ഒട്ടനവധി യൂസ്ഫുൾ ആയ ഫീച്ചറുകൾ ഈ രണ്ട് ഫോണുകളിലും വരുന്നുണ്ട്. രണ്ടും മോശമല്ല. ഓക്സിജൻ OS ഒക്കെ വേറെ ലെവൽ സാധനമാണ്, നമുക്കറിയാം. നല്ല ക്വാളിറ്റിയിൽ ഒപ്റ്റിമൈസ് ചെയ്ത് തരുന്ന ഒരു സംഗതിയാണ്. സോ ഫീച്ചേഴ്സൊക്കെ എല്ലാത്തിലും ഉണ്ട്. മോട്ടോയിലാണെങ്കിൽ ഇപ്പോൾ വളരെ ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല ഫീച്ചറുകൾ ഇവരിതിൽ കൊടുത്തിട്ടുണ്ട്. ഈ മോട്ടോ കണക്റ്റ് പോലുള്ള സംഗതികൾ, അടുത്തുള്ള ഡിസ്പ്ലേകളിലേക്ക് കണക്ട് ചെയ്യാനുള്ള സംവിധാനം വരുന്നുണ്ട്. ഫാമിലി സ്പേസ്, നമ്മുടെ ഫാമിലി സ്പേസുകൾ ക്രിയേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആ സംവിധാനം ഇതിൽ വരുന്നുണ്ട്. റെഡി ഫോർ PC-യിലേക്ക് കണക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ. പിന്നെ ജസ്റ്റേഴ്സ്, നമ്മൾ കിളിക്കുമ്പോൾ ലൈറ്റ് കത്തും, കിളിക്കാൽ ലൈറ്റ് ഓഫ് ആവും, പിന്നെ ഇങ്ങനെ തിരിച്ചാൽ ക്യാമറ ഓൺ ആവും. മോട്ടോയിൽ ഇങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. OnePlusലാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ടും വരുന്നത് IR ബ്ലാസ്റ്ററൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. അതേപോലെ തന്നെ അലർട്ട് സ്ലൈഡർ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവേണ്ടതാണ് OnePlus ഫോണിൽ, പക്ഷേ ഈ ഒരു മോഡലിൽ അത് കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് OnePlusൻ്റെ ഭാഗത്ത് വരുന്ന കുറച്ച് സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത്. സോ ഫീച്ചർ വൈസ് ഒക്കെ ഈ രണ്ട് ഫോണുകളും മോശമൊന്നും അല്ല, മൊത്തത്തിൽ നന്നായിരിക്കുന്നു. ഇതിനെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും കുറഞ്ഞ വിലയിൽ ഇത്രയും കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തീർച്ചയായിട്ടും മോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് തോന്നുന്നു. പക്ഷേ പെർഫോമൻസ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ OnePlus നോക്കാവുന്നതാണ്. ഇതാണ് എൻ്റെ ഈ ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഫോണുമായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു കമ്പാരിസണോ അഭിപ്രായമോ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സമയം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതും ചെയ്തു തരുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓഫറിൽ ഈ ഫോൺ നിങ്ങൾക്ക് 19,990 വാങ്ങിക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഏതാ വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.